സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും, ഞാൻ 3 ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, ഇതുപോലെ സമാധാനം കിട്ടും, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും എന്ന് ഖുർആനും ഹദീസും പറഞ്ഞു തന്ന ഏത് കാര്യം ചെയ്തിട്ടും നമുക്കത് കിട്ടുന്നില്ല. നമ്മൾ തിരഞ്ഞു നടക്കുകയാണ് എവിടെ നിന്നാണ് സമാധാനം, എവിടെ നിന്നാണ് സന്തോഷമുള്ള ജീവിതം, പടച്ചവനെ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞു നടക്കുന്നവരെ, നീ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്തെന്നറിയുമോ? ഈ സമാധാനമെന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, അത് വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല, അത് അല്ലാഹു ഒരു അടിമയ്ക്ക് ചെയ്തു കൊടുക്കുന്ന നിഅമത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് വെറുതെ കിട്ടുന്നതല്ല, അതിന് കഷ്ടപ്പാടുണ്ട്, അതിന് പരിശ്രമമുണ്ട്. ഒരുപാട് പരിശ്രമങ്ങളിൽ കൂടെ മാത്രമേ അല്ലാഹു നല്ല ഒരു ജീവിതം നൽകൂ, സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകൂ. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു നിഅമത്താണ്, അത് അല്ലാഹു ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ് സമാധാനമുള്ള ജീവിതം. പടച്ചവനെ, ഈ ദുനിയാവിൽ എന്നാ ഉസ്താദ് സന്തോഷമുള്ള ജീവിതം കിട്ടുന്നത്? എത്ര കാലമായി പടച്ചവനെ ഒന്ന് സമാധാനത്തോടുകൂടി ഉറങ്ങിയിട്ട് ഇതിനൊരവസാനമില്ലേ, ഇതിനൊരവസാനമില്ലേ? ടെൻഷൻ അടിച്ച് നടക്കുന്ന മുസ്ലിമേ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതിന് പരിഹാരം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നല്ലോ. നിനക്ക് സമാധാനം വേണോ, സന്തോഷമുള്ള ജീവിതം വേണോ? പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും, വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും, പടച്ചവനെ കഴിക്കാനുണ്ടെങ്കിലും കഴിക്കാനില്ലെങ്കിലും, ധരിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പടച്ചവൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് സന്തോഷമുള്ള ജീവിതം വേണോ, സമാധാനമുള്ള ജീവിതം വേണോ? അല്ലാഹു പറയുന്നു ഞാൻ തരാം, അല്ലാഹു പറയുന്നു ഞാൻ തരാം. എന്ത് ചെയ്യണമെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹു പറയുകയാണ് മുസ്ലിമേ, അല്ലാഹു പറയുകയാ, ആർക്കാ ഒരു നല്ല ജീവിതം വേണ്ടത്? സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം ആർക്കാ വേണ്ടത്? ഞാൻ തരാം നല്ല ജീവിതം, ഞാൻ തരാം നല്ല ജീവിതം, സമാധാനമുള്ള ജീവിതം, ഇസ്സത്തുള്ള ജീവിതം, അഭിമാനമുള്ള ജീവിതം, തൃപ്തിപ്പെടുന്ന ജീവിതം, സ്നേഹിക്കുന്ന ജീവിതം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനെ പോലെ സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ജീവിതം ഞാൻ നിനക്ക് തരാം. മൻ അമില സ്വാലിഹാ, നിനക്കൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും നോമ്പ് പിടിക്കുകയും സദഖ ചെയ്യുകയും അല്ലാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞ വഴിയിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? ഒരു മുഅ്മിനായി ജീവിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാറ് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ നീ ജീവിച്ചാ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹു നിനക്കൊരു നല്ല ജീവിതം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ചുമ്മാതെ പറഞ്ഞതല്ല. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് എത്രയോ പേര് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ സഹോദരാ. ഇതുപോലെ ഒരു നല്ല ജീവിതം അല്ലാഹു കൊടുത്ത ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പേരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് പേരെ ഇപ്പോഴും നീ കാണുന്നുണ്ടല്ലോ. എന്തൊരു സന്തോഷവും സമാധാനത്തോടെ പലരും ഈ ദുനിയാവിൽ ജീവിക്കുന്നത് കാണുമ്പോ നമ്മളിൽ പലർക്കും കൊതി തോന്നുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നത് പോലെ ഈ ദുനിയാവിൽ ജീവിച്ച നിനക്ക് അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു ഈ ദുനിയാവിൽ നമുക്ക് തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദര, എത്രയോ പേരെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പോകുന്നത്. നിങ്ങളൊക്കെ ഈ നാട്ടിൽ ഇപ്പോഴും കാണുന്നില്ലേ? പണമില്ലെങ്കിലും വീടില്ലെങ്കിലും സന്തോഷത്തോടെ നടക്കണ എത്ര പേര്. ഇങ്ങനെയാണ് നീ ജീവിക്കുന്നതാ? ഇങ്ങനെ നീ എന്താ ഇങ്ങനെ? അത്ഭുതത്തോടു കൂടി ചോദിക്കണില്ലേ?
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഓച്ചറുപ്പായ കാണാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി സുഗതാ മക്കാമിലേക്ക് ഇതുപോലെ മഹാന്മാരുടെ ഔലിയാക്കന്മാർ അവരുടെ ഖബറുകളിലേക്ക് കടന്നു പോകുന്നവരുണ്ടല്ലോ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദും പ്രസംഗം നിർത്തിയത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുമായിട്ടൊരു ബന്ധമുണ്ടാകുമ്പോ അൽഹംദുലില്ലാ നമുക്ക് പ്രയോജനമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാന്മാരെ സ്നേഹിക്കുന്നതിലൂടെ അള്ളാഹു ആദരിച്ചവരെ നാം ആദരിക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് നേട്ടമേ ഉള്ളൂ. നമുക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് തെളിവായിട്ട് വേണമെങ്കിൽ ഞാനൊരു ചരിത്രം പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുമ്പോൾ, ആലിമീങ്ങളെ സ്നേഹിക്കുമ്പോൾ, ഔലിയാക്കന്മാരെ സ്നേഹിക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷം. ഞാൻ പള്ളിയുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഫ്ലക്സ് കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയുണ്ടായി. ഇന്നലെ ഇവിടെ നടന്ന മജ്ലിസ് കാണാൻ പറ്റിയില്ലെങ്കിലും അൽഹംദുലില്ലാ ഇങ്ങനെ ആകണം നമ്മളൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ പറഞ്ഞു, സിയാദക്കൊക്കെ പറഞ്ഞു, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടാണ് അൽഹംദുലില്ലാ ആലിമീങ്ങൾ പോയത്. അള്ളാഹു ഈ ഉമ്മത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ വേണം അൽഹംദുലില്ലാ നമ്മളൊക്കെ വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. നബി തങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്. ആ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ രോഗം പിടിച്ചു കിടക്കുമ്പോ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ സ്വഹാബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ പരീക്ഷണം കൊടുക്കുകയാണ്. ഒരു മാരകമായ രോഗം അല്ലാഹു കൊടുക്കുകയാ. പടച്ചവനെ, വൈകുന്നേരമായാൽ ബോധം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. നടക്കാൻ കഴിയാതെ, പള്ളിയിലേക്ക് വരാൻ കഴിയാതെ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയാണ്. പ്രവാചകൻ തൽഹത്ത് ഇബ്നു ബറാഇന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. അവിടെ നിന്ന് രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ തൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പടച്ചവനെ, മുത്തുനബി കടന്നു ചെല്ലുമ്പോ തൽഹത്ത് ഇബ്നു ബറാഅ ബോധമില്ലാതെ കിടക്കുകയാ. രോഗം കൂടിയിട്ട് അവിടെ നിന്ന് ബോധം നഷ്ടപ്പെട്ടു പോയി. ബോധമില്ലാതെ കിടക്കുകയാണ്. പ്രവാചകൻ അടുത്തു പോയിരുന്നു. ഒരുപാട് സമയം അവിടെ നിന്ന് കാത്തിരുന്നു. പടച്ചവനെ, ബോധം വന്നിരുന്നെങ്കിലോ തൽഹത്ത് ഇബ്നു ബറാഇനെ ഒന്ന് സമാധാനിപ്പിക്കാമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് കാത്തിരുന്നു. തൽഹത്ത് ഇബ്നു ബറാഇന് ബോധം വന്നില്ല. പ്രവാചകൻ അടുത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ദുആ ചെയ്തു. പ്രവാചകന് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന്, മരണമടുത്തെന്ന് പ്രവാചകന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് തൽഹത്ത് ഇബ്നു ബറാഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, തൽഹത്ത് ഇബ്നു ബറാഅ മരിച്ചാ നിങ്ങൾ എന്നെ അറിയിക്കണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മരിച്ചാൽ എന്നെ അറിയിക്കണം, മരിച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കുടുംബക്കാരോട് പറയുകയാ. സലാം പറഞ്ഞു പ്രവാചകന് മദീനത്തേക്ക് പോയി. തൽഹത്ത് ഇബ്നു ബറാഇന് ബോധം വന്നപ്പോ കുടുംബക്കാര് പറഞ്ഞു, തൽഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ കാണാമെന്നോ, ഒരുപാട് നേരം കാത്തിരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. തൽഹത്ത് ഇബ്നു ബറാഅ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞോ? അവര് പറഞ്ഞു, തൽഹ, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അറിയിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞിട്ടാ പോയത്. പടച്ചവനെ, എന്റെ മരണവാർത്ത അറിയിക്കണമെന്ന് മുത്തുനബി പറഞ്ഞു എന്ന് പറയുമ്പോ തൽഹത്ത് ഇബ്നു ബറാഅ പറയുകയാ, ഞാൻ
രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ മുത്തുനബിയോട് പറയരുത്. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കരുത്. അവര് ചോദിച്ചു, തൽഹ, ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന കാര്യമാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ ജനാസയിലേക്ക് കാണാൻ വരുന്നതും ദുആ ചെയ്യുന്നതും നിസ്കരിക്കുന്നതും ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തിനാണ് വേണ്ട എന്ന് പറയുന്നത്? ആ സമയത്താണ് തൽഹത്ത് ബിൻ ബറാഉ പറയുകയാ, രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ വരും. ആ വരുന്ന വഴിയില് റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ? ശത്രുക്കൾ ഉപദ്രവിക്കുമോ? എന്റെ പ്രവാചകന് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ വസിയത്താണ് നിങ്ങൾ പറയരുത്. പടച്ചവനെ കുടുംബക്കാരോട് പറയുകയാണ്, തൽഹത്ത് ബിൻ ബറാഅ രാത്രിയിലാണ് മരണപ്പെടുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനെ അറിയിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനെ തൽഹത്ത് ബിൻ ബറാഇന്റെ കുടുംബക്കാരെ കാണുമ്പോ അവിടെന്ന് ചോദിച്ചു, തൽഹയ്ക്ക് എങ്ങനെയുണ്ട്? തൽഹയുടെ കാര്യം എങ്ങനെയാണ്? ആ സമയത്ത് കുടുംബക്കാര് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, തൽഹത്ത് ബിൻ ബറാഅ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത്. യാ റസൂലല്ലാഹ്, അവസാനത്തെ വസിയത്ത് പറയരുതെന്നായിരുന്നു നബിയേ. അങ്ങ് രാത്രിയിലെ ജനാസ കാണാൻ വന്നാൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് നബിയേ അങ്ങയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ. ലോകത്തിന്റെ നേതാവിനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഖബറെവിടെയാണ്? തൽഹത്ത് ബിൻ ബറാഇന്റെ ഖബറെവിടെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകന് ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. മുത്തുനബി ഖബറിന്റെ ചാരത്ത് കടന്നു ചെന്നു. തൽഹത്ത് ബിൻ ബറാഇന് വേണ്ടി നിസ്കരിക്കുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമ്പോ സ്വഹാബികൾ കരയുകയാ. സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. എന്തൊരു ദുആയാണ് പടച്ചവന്, എന്തൊരു ദുആയാണ് പടച്ചവന്. അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ സ്വഹാബികൾ പോലും കൊതിച്ചുപോയി. റബ്ബേ, മുത്തുനബി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തിരുന്നെങ്കിൽ. കാരണം പ്രവാചകൻ അതുപോലെ ഒരാൾക്കും ദുആ ചെയ്തിട്ടില്ല. ഇങ്ങനെ ദുആ ചെയ്തതുപോലെ ഒരാൾക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തിട്ടില്ല. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ദുആ എന്തെന്നറിയുമോ? അല്ലാഹുമ്മൽ ഖതൽഹത്ത് ബിൻ ബറാഅ വഅന്ത യദ്ഹകു ഇലൈഹി വയദ്ഹകു ഇലൈക. ലോകത്ത് ഒരാൾക്ക് വേണ്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതുപോലെ ഒരു ദുആ ചെയ്തിട്ടില്ല. എന്ത് ദുആയാ ചെയ്തതെന്നറിയോ? എന്ത് ദുആയാ ചെയ്തതെന്നറിയോ? അല്ലാഹുവേ, തൽഹത്ത് ബിൻ ബറാഇനെ നാളെ നീ കണ്ടുമുട്ടുമ്പോൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ ചിരിക്കല്ലാ, നീ ചിരിക്കണേ അല്ലാ. അതുപോലെ തൽഹയും ചിരിക്കണേ അല്ലാ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുമ്പോ ചിരിക്കുന്ന മുഖത്തോട് സന്തോഷവാന്മാരായി വേണം കണ്ടുമുട്ടാർ. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം കൊടുത്താ തിരിച്ചു കിട്ടുന്നതാണ്. അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ പടച്ചവനെ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാര്, അല്ലാഹുവേ ഉസ്താദന്മാര്, അവരെ ആദരിക്കുന്നതിലൂടെ, അവരെ ബഹുമാനിക്കുന്നതിലൂടെ, അവരെ
സ്നേഹിക്കുന്നതിലൂടെ പടച്ച റബ്ബ് നമുക്ക് തരുന്ന ഒരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ ദുനിയാവില് നല്ല ജീവിതം വേണോ? ഈ ദുനിയാവില് സമാധാനമുള്ള ജീവിതം വേണോ? പടച്ചവനെ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടവര് യാത്രയാകുന്നത് പോലെ യാത്രയായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നെ പിടിച്ചു നിർത്തിയിട്ട് അവസാനം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ. പ്രവാചകന്മാരും ശുഹദാക്കളും സ്വഹാബത്തും താബീങ്ങളും തബൗ താബീങ്ങളും ഇമാമുമാരും ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങൾ ആലിമീങ്ങൾ അല്ലാഹു ആദരിച്ചവർ കിടക്കുന്ന സ്വർഗത്തില് നിനക്ക് ഒരുമിച്ച് കൂടണോ? അല്ലാഹു പറയുകയാ ഹലാദ, അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ചാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ, അല്ലാഹു നിനക്കൊരു നല്ല ജീവിതം തരികയാ. ഒരു സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം അല്ലാഹു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? ഒരു സമാധാനമുള്ള ജീവിതം നിനക്ക് വേണോ? അതിന് പണം മുടക്കേണ്ട, അവിടുന്ന് കഷ്ടപ്പാടില്ല, അവിടുന്ന് ഉറക്കമൊഴിയണ്ട. നിനക്ക് സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? അല്ലാഹു അവിടുന്ന് പറഞ്ഞു തരികയാ, അല്ലാഹു നിനക്ക് പറഞ്ഞു തരികയാ. ഒരു സമാധാനമുള്ള ഒരു സന്തോഷമുള്ള ജീവിതം ഈ ദുനിയാവിലും നിനക്ക് ആഖിറത്തിലും വേണോ? ഈ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ള ജീവിതം വേണോ? അല്ലാഹു പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കഷ്ടപ്പാടുമില്ല. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഈ ലോകത്ത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അൽഹംദുലില്ലാ, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലൊന്നും ഒരു വിഷയമില്ല, അതിലൊന്നും ഒരു വിഷയമില്ല. ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണമാ. പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂന്ന് ആര് പറഞ്ഞു? നിന്റെ വാപ്പ പണം ഉണ്ടായിട്ടാ ഇനി ജീവിച്ചേ? നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ ഇന്നത്തെ പുതിയ തലമുറ, ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്നത്, ഞാനും പഠിച്ച് നല്ല നിലയിലായി, നല്ല ജോലി ഉണ്ടായി, എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഭർത്താവിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന കാലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സന്തോഷമുള്ള ജീവിതം വേണോ? ഈ ദുനിയാവിൽ അല്ലാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരും. ഈ ഔലിയാക്കന്മാർക്കൊക്കെ അല്ലാഹു കൊടുത്തതല്ലേ? അല്ലാഹു കൊടുത്തവരാ. അവർക്കൊക്കെ അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം കൊടുത്തവരാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ വഴി അല്ലാഹ് ആരാണെന്ന് ആദ്യം പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം ആരെക്കുറിച്ച് പഠിക്കണം? അല്ലാഹ് ആരാണെന്ന് പഠിക്കണം. അല്ലാഹ് ആരാണെന്ന് ഞാനും നിങ്ങളും ആദ്യം പഠിക്കണം. അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിവാ ഉള്ളേ? നമുക്ക് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആകെ ഉള്ള ബന്ധം ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയാറുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലായുടെ അർത്ഥം എന്താണെന്നെങ്കിൽ നമുക്കറിയോ? നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ നിസ്കാരം കഴിഞ്ഞ്, ഇശാ നിസ്കാരം കഴിഞ്ഞു പള്ളിയിലിരുന്ന് 10 വട്ടം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പോഴും പെണ്ണുങ്ങളുടെ കയ്യിൽ തസ്ബീഹ് ഇരിപ്പുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, വരുമ്പോഴും പോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നവർ ഏറ്റവും വലിയ ദുരന്തം. മരിച്ച വീട്ടിൽ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ പറയും. പറയുന്നവനും എണ്ണം പിടിക്കുന്നവനും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 70,000 എങ്ങനെയെങ്കിലും ഒന്ന് എണ്ണി തീർക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് നമ്മളിത് എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ? എടോ, നമ്മൾ പറയില്ല, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഇതാണല്ലോ പറയുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം അറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറയുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച്, നാളെ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസാണ് മീസാൻ. ആ ത്രാസിനെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് ഒരു മനുഷ്യൻ ചെയ്ത നന്മയും തിന്മയും എടുത്തു വെച്ച് തൂക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾക്ക് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? അതിന്റെ വലിപ്പം നിങ്ങൾക്കറിയോ?
ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം റേഷൻ കടയിലെ ത്രാസ് കണ്ടിട്ടുണ്ട്, പലചരക്ക് കടയിലെ ത്രാസ് കണ്ടിട്ടുണ്ട്. ഇത്തിരി കൂടെ വലുപ്പം ഈ സീറ്റും ചാക്കൊക്കെ തൂക്കുന്ന വലിയൊരു സാധനം ഉണ്ട്. ഇനി അതിനേക്കാളും വലിയ ഒരു ത്രാസ് എന്ന് പറഞ്ഞ ഈ ലോഡ് തൂക്കുന്ന, ഇങ്ങനെ വണ്ടി കയറ്റി വെച്ചിട്ട് തൂക്കും ഇല്ലേ, അതിനേക്കാളും വലിയ ത്രാസൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല ഇല്ലേ. എങ്കിൽ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം അറിയോ? നബിതങ്ങൾ പറയുന്നു, ആകാശവും ഭൂമിയും വരെ അതിനകത്ത് എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ കാണുന്ന ഭൂമിയും ആകാശവും വരെ അതിനകത്ത് എടുത്തു വെച്ച് തൂക്കാൻ പറ്റും. അപ്പൊ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ത്രാസിന്റെ വലുപ്പം എന്താന്ന്, ഈ ത്രാസിന്റെ വലുപ്പം എന്താണെന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേ. ആകാശവും ഭൂമിയും വരെ അതിനകത്ത് എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന് സ്വഹാബത്ത് കരയുകയാണ്. എന്തിനാണ് സ്വഹാബ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഈ കാണുന്ന ഭൂമിയും ആകാശം വരെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എങ്ങനെ നിറയ്ക്കും നബിയേ? ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ നന്മ കൊണ്ടത് നിറയ്ക്കുന്നത്? ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് നമ്മുടെയൊക്കെ എന്തിനാ എന്റെ നന്മ എടുത്തു വെച്ച വല്ലതും ഉണ്ടോ നിങ്ങളെ ലെൻസ് വെച്ച് നോക്കണം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ സഹോദരങ്ങൾ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അത് നിറയ്ക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ? പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഈ അടിക്കണ ദിക്റുണ്ടല്ലോ, ഈ ഒരു ദിക്ർ മീസാനിനെ നിറയ്ക്കുമെന്ന അതാ ദിക്ർ. അതാണ് അതിന്റെ മഹത്വം, അതാണ് അതിന്റെ ശ്രേഷ്ഠത. ഇനിയെങ്കിലും പറയുമ്പോ ഞാനും നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, നാവ് കൊണ്ട് ഇതുവരെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയിട്ടില്ല. നാവ് കൊണ്ട് എല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അതിന് കഷ്ടപ്പാടൊന്നുമില്ലല്ലോ, എല്ലാരും പറയുന്നുണ്ട്. പക്ഷേ ഈ തൊണ്ടയ്ക്ക് താഴെ എന്നിറങ്ങുന്നു, അന്ന് അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരും, അള്ളാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് കൊതി തോന്നുന്ന രീതിയിലുള്ള ജീവിതം അള്ളാഹു തരികയാ. അള്ളാഹു ഹൃദയത്തിന്റെ അകത്തിറങ്ങുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന അടയാളം എന്താ? നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഉസ്താദേ? എടോ, അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിറങ്ങിയാൽ ഹൃദയത്തിലല്ലേ അല്ല ഇറങ്ങേണ്ടത്? നബിതങ്ങളെ സ്വഹാബത്തിനോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, അല്ല ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അല്ല ഇരിക്കുന്നത് അർശിലാണ്. അള്ളാന്റെ അർശിരിക്കുന്നത് എവിടെയാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്താ പടച്ച റബ്ബിന്റെ അർശിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഹൃദയത്തിന്റെ അകത്തിറങ്ങിയാൽ അവർക്ക് അടയാളമുണ്ട് സഹോദരാ. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അടയാളം എന്തെന്നറിയോ? അള്ളാഹു ഹൃദയത്തിന്റെ അകത്തിറങ്ങിയാൽ പടച്ചവരേതാ ഏത് മക്കാമുകളിൽ കടന്നു ചെല്ലുമ്പോഴും മക്കാമുകളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഖുർആനിന്റെ ഒരായത്ത് കാണാ, അലാ ഇന്ന ഔലിയാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാരാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവേ, അലാ ഇന്ന ഔലിയാ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഈ ലോകത്ത് അവർക്ക് അല്ലാഹനെ അല്ലാതെ മറ്റൊന്നിനെയും അവർക്ക് പേടിയില്ല. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില്, ഈ കാണുന്ന ദുനിയാവില് അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും അവന് പേടിയുണ്ടാകില്ല. അവൻ അല്ലാഹനെ മാത്രമേ ഭയപ്പെടൂ. ഒരാൾ
ഒരാളെയും അവർക്ക് പേടിയില്ല, ഈ ലോകത്ത് ഒന്നിനെയും അവർക്ക് പേടിയില്ല. അള്ളാഹു അങ്ങനെ ഒരു മനസ്സവന് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. അത് 50 കൊല്ലം കൊണ്ട് കിട്ടണമെന്നില്ല, പടച്ചവരെ ഒരായുഷ്കാലം കൊണ്ട് കിട്ടണമെന്നില്ല, ഒറ്റ നിമിഷം കൊണ്ട് നേടി. സഹോദര, ഞാനും നിങ്ങളും 36 കൊല്ലമായി ഞാൻ നടക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നടക്കുന്നു. അങ്ങനെ നിനക്കൊരു ഈമാൻ കിട്ടിയിട്ടില്ല, പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് നേടിയവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കൂ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പോകുകയാണ്. ആരുടെ മുന്നിലേക്കെന്നറിയോ? സാക്ഷാൽ ഫിർഔനിന്റെ മുന്നില്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോക. ആരുടെ കൊട്ടാരത്തില്? ഫിർഔനിന്റെ കൊട്ടാരത്തില്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരുടെ കൊട്ടാരത്തില്? ആരുടെ കൊട്ടാരത്തിൽ? ഓന്റെ പേര് കേൾക്കുമ്പോ എന്തോ പറയണ്ടേ? ഇതപ്പോ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. ഓന്റെ പേര് കേൾക്കുമ്പോ എന്തോ പറയണ്ടേ? ലാനത്തുള്ള പറയണില്ല. ഓന് മാത്രം വലിയൊരു മഹത്തല്ലേ? ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോഴും പറയണം, ഓന്റെ പേര് കേൾക്കുമ്പോഴും. വേറെ ആർക്കും ഇല്ലേ? അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, നമ്രൂദ്, കാറൂന്, അവരുടെ പേര് കേൾക്കുമ്പോ ഇവന്റെ പേര് കേൾക്കുമ്പോ ഒരു സ്ഥാനമല്ലേ? ലാനത്തുല്ലാഹി അലൈഹി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഓൻ അത്രയ്ക്കും വലിയ VIP. അത് മനസ്സിലാക്കിയാൽ മതി. ഇബിലീസും ഓനും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. ഇബിലീസും ഓനും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ്. ഇബിലീസാണോ ഏറ്റവും വലിയ ശൈത്താൻ, ഇവനാണോ ഏറ്റവും വലിയ ശൈത്താൻ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? ഒരു ചരിത്രം പറയാ. നാളെ പരലോകത്ത് ഇബിലീസ് നരകത്തിന്റെ മുന്നിൽ വെച്ചൊരു പ്രസംഗം നടത്തുന്ന. ഇബിലീസ് നരകത്തിന്റെ മുന്നിൽ വെച്ച് പ്രസംഗം നടത്തും. എന്നിട്ട് തന്റെ അനുയായികളോട് പറയും, കേറിക്കോ അളിയ, ഞാൻ വരാം, നിങ്ങളൊക്കെ കേറിക്കോ അളിയ. എല്ലാത്തിനും ഇങ്ങനെ കയറ്റിവിടും. ഓൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന. അപ്പോഴാ ഇബിലീസ് ഇങ്ങനെ ഇരിക്കുമ്പോ ഫിറൗൻ ഇങ്ങനെ വരുന്നു, നരകത്തിലേക്ക് വരിക. ഫിറൗൻ ഇങ്ങനെ വരുന്നത് കാണുമ്പോ ശൈത്താൻ എഴുന്നേറ്റ് നിൽക്കും. അത്രേ ഇരിക്കണ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിറൗൻ ചോദിക്കും, എന്തുവാടാ നീ എന്നെ കളിയാക്കുന്നോ? നീ എന്താ എന്നെ കളിയാക്കുന്നോടാ? എന്നെ പിഴപ്പിച്ചത് നീ, എന്നിട്ട് ഞാൻ വന്നപ്പോ നീ എന്തോ എന്നെ ഒരു പരിഹസിക്കുന്നോ? ഇബ്ലീസ് പറയും, ഒന്നുമില്ലളിയാ, നീ സാധാരണ ആളൊന്നും അല്ല, എനിക്ക് ഇത്തിരി സ്ഥാനം കൂടുതൽ, അതുകൊണ്ട് എഴുന്നേറ്റതാ. ഇല്ലടാ, നീ ഒറ്റ ഒരുത്തന എന്നെ പിഴപ്പിച്ചേ, ഇങ്ങനെ ഈ നരകത്തിന്റെ അവകാശിയാക്കിയത് നീയാടാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടും. അപ്പൊ ഇബ്ലീസ് പറയും, നീ സാധാരണ ആളൊന്നുമല്ല, നിന്നെ പിഴപ്പിച്ചത് ഞാനാ. ഈ നരകത്തിൽ കിടക്കുന്നവരെ മുഴുവനും പിഴപ്പിച്ചത് ഞാൻ തന്നെയാ. നിന്നെയും ഈ നരകത്തിൽ കിടക്കണ എല്ലാവരെയും പിഴപ്പിച്ചത് ഞാൻ തന്നെയാ. പക്ഷെ ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും അള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇബ്ലീസ് ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ അള്ളയാണെന്ന്. കാരണം അള്ള ആരാണെന്ന് അവന് നല്ലതുപോലെ അറിയാം. പക്ഷെ ആര് പറഞ്ഞു അള്ളാണെന്ന്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ഫിറഔൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ഏതാന്ന് ചിന്തിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവന്റെ അനുയായികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, റമളാൻ മാസം എത്തുമ്പോ എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ചു കെട്ടൂലേ? റമളാൻ മാസം വന്നപ്പോ എല്ലാ ശൈത്താനും പിടിച്ചു കെട്ടിയില്ലേ? എന്നിട്ട് ഇതിലെ കട്ടൻ വീടിയും വലിച്ചു കിടക്കണ കാക്കാമാരെ കണ്ടിട്ടില്ലേ? അവര് നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല, ഒന്നുമില്ല. അവരുടെ അനുയായികളാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി കടന്നു വരുന്നത് അള്ളാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. മൂസാ നബി അലൈഹിസ്സലാം കയറി വന്നു, ഫിർഔന്റെ മുന്നിൽ വന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ ആ അള്ളാഹുവിന്റെ പ്രവാചകനാ. തെളിവായിട്ട് തന്റെ കയ്യിലിരിക്കണ ആ കമ്പ് താഴെയിട്ട് കാണിച്ചു കൊടുത്തു. പാമ്പായി മാറി. തന്റെ പ്രകാശിക്കുന്ന വിരല് കാണിച്ചു കൊടുത്തു. എന്തുവാടാ മായാജാലം കാണിക്കുന്നോടാ മൂസ? നീ എന്താ കാണിക്കണത്? മാജിക്ക് കാണിക്കണം. ഫിറൗൻ ചോദിക്ക, എടാ ഇതിനെക്കാളും നല്ല ആൾക്കാർ എന്റെ കൂടെ ഉണ്ടടാ മൂസ. നിന്നെക്കാളും വലിയ മായാജാലം കാണിക്കുന്നവർ എന്റെ കൂടെയുണ്ട്. നമുക്കൊരു മത്സരം നടത്തിയാലോ? നമുക്കൊന്ന് മത്സരിച്ചു നോക്കാം, ഒന്ന് മുട്ടി നോക്കാം. നീ വാ, ഞാൻ എന്റെ ആൾക്കാരുമായി വരാം. ഒരു ദിവസം നിശ്ചയിച്ചു. ഞാൻ പറയുന്ന ദിവസം നീ പേടിച്ചോടരുത്. ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറയുന്നുണ്ട്,
നീ പേടിച്ചോടരുത് മൂസ, ധൈര്യം ഉണ്ടെങ്കിൽ നീ വാ, എന്റെ ആൾക്കാരെ ഒന്ന് പരാജയപ്പെടുത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ രണ്ടുപേരും ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. പറഞ്ഞ ദിവസം മൂസാ നബി അലൈഹിസ്സലാം വന്നു, അതുപോലെ തന്നെ ഫിർഔൻ തന്റെ അനുയായികളുമായി വന്നു. ഫിർഔനിന്റെ കൂടെയുള്ളവർ മുഴുവനും കയ്യിലുള്ള വള്ളികളും വടികളും താഴെയിട്ടു പാമ്പുകളാക്കി ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന കമ്പ് താഴേക്കിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കമ്പ് പാമ്പായി മാറുകയാണ്. ഫിർഔനിന്റെ അനുയായികളിട്ട് ആ പാമ്പുകളെ മുഴുവനും അത് പിടിച്ചു തിന്നുകയാണ്. ഇതെല്ലാം ഇങ്ങനെ ജനങ്ങൾ കണ്ണുകൊണ്ട് നിൽക്കുമ്പോ ഫിർഔനിന്റെ കൂടെ നിന്നവർക്ക് കാര്യം മനസ്സിലായി. അവർക്ക് അല്ലാഹുവേ മൂസാ നബി പറയുന്നത് സത്യമാണെന്നവർക്ക് മനസ്സിലായി. അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? റബ്ബി മൂസാ വ ഹാറൂൻ, ഞങ്ങള് മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ആരാ പറഞ്ഞത്? ഫിർഔനിന്റെ അതുവരെ കൂടെ നിന്നവർ, ഫിർഔന് കൊണ്ടുവന്ന ആൾക്കാർ, അവരാണ് പടച്ചവനെ മാജിക്ക് കാണിച്ചത്, മായാജാലം ചെയ്തത്. അവരാണ് പറയുന്നത് മൂസ പറയുന്നത് സത്യമാണ്, മൂസയുടെ റബ്ബിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഫിർഔനിന്റെ കാലിൽ നിന്ന് മണ്ണ് പൊടിഞ്ഞു പോകാൻ തുടങ്ങി. ഫിർഔൻ അവിടെ നിന്ന് പേടിച്ചു പോയി. അവന് ഭീഷണിപ്പെടുത്തി, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലടാ, നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാടാ, നിങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടാട്. ഇന്നത്തെ കാലവുമായി നിങ്ങൾ ചേർത്ത് വായിച്ചു നോക്കൂ. അന്ന് തുടങ്ങിയതാ സഹോദരാ, മൂസാ നബിയുടെ കൂടെ കൂടിയപ്പോ ഫിർഔനാണ് പറഞ്ഞത്, നിങ്ങളൊക്കെ തീവ്രവാദികളാ, നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാടാ. പടച്ചവനെ, അവിടെ നിന്ന് ഫിർഔൻ പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല. ഈ കാണുന്ന ഈന്തപ്പന മരത്തിൽ നിന്നെയൊക്കെ പിടിച്ചു കെട്ടിയിട്ട് ജീവനോടെ നിന്നെയൊക്കെ ഞാൻ വെട്ടി നുറുക്കുമടാ. പടച്ചവനെ, ഫിർഔൻ അവിടെ നിന്ന് പറയുമ്പോ നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കൂ. എന്നെയും നിന്നെയും പോലെ 50 കൊല്ലമൊന്ന് മുസ്ലിമായി ജീവിച്ചവരല്ല, ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തവരല്ല. മുസ്ലിമായിട്ട് മിനിറ്റുകൾ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹ് ഇറങ്ങിയപ്പോ സാക്ഷാൽ ഫിർഔനിന്റെ മുഖത്ത് നോക്കി കേട്ടവര് പറഞ്ഞത് എന്തെന്നറിയോ? ഈ ചരിത്രം പറഞ്ഞപ്പോഴാ സ്വഹാബത്ത് വിളിച്ചത് സുബ്ഹാനല്ലാഹ്, എന്തൊരു മനുഷ്യരല്ലോ. മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ, അവര് ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിയടാ ഫിർഔനേ, നീ ഞങ്ങളെ ഉപദ്രവിക്കുമായിരിക്കും, നീ ഞങ്ങളെ കൂടി പോയാ കൊല്ലുമായിരിക്കും, ഈന്തപ്പന മരങ്ങളിൽ കെട്ടിയിട്ട് ജീവനോടെ നീ ഞങ്ങളെ വെട്ടി ഞുറുക്കുമായിരിക്കും. ദുനിയാവിൽ വെച്ചല്ലേ ചെയ്യാൻ പറ്റൂ, അല്ലാഹുവിന്റെ ആഖിറത്തിൽ വെച്ച് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാന്റെ ആഖിറത്തിൽ വെച്ച് നിനക്ക് ഞങ്ങളെ തൊടാൻ പോലും പറ്റില്ലല്ലോ. പറഞ്ഞതാരെന്നറിയോ? മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ. പടച്ചവൻ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹ് ഇറങ്ങിയപ്പോ ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം അല്ലാഹു അവർക്ക് കൊടുത്തു. അതാണ് ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് കയറിയാൽ, ഹൃദയത്തിന്റെ അകത്ത് പടച്ചറബ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തവന് ഒന്നിനെയും പേടിയില്ല, ഒരു വസ്തുവിനെയും പേടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമറിന്റെ പേര് കേൾക്കുമ്പോ പേടിയാണല്ലോ. ചരിത്രം പറയുന്ന കൊച്ചുകുട്ടികൾ ഉറങ്ങാതെ വരുമ്പോ, ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോ ഉമ്മമാര് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പടവനെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങള് പോലും അവിടെ നിന്ന് ഉമറിനെ പേടിയാ. ആ കാട്ടാളനായ ഉമർ തങ്ങളുണ്ടല്ലോ, തലയെടുക്കുന്നതിന് വേണ്ടി കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് കടന്നു പോവുകയാണ്. ചരിത്രമറിയുമല്ലോ. വഴിയിൽ വെച്ച് തന്റെ കൂട്ടുകുടുംബക്കാര് തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സഹോദരിയെ അടിച്ച് തറയാക്കി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു അതാ ഊരിപ്പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വരുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്തിന്റെ കൈകാല് വിറയ്ക്കുകയാ. ഉമറാണ് വരുന്നത്, ഖത്താബിന്റെ മകൻ ഉമറാണ് വരുന്നത്. ഉമറിന്റെ മുന്നിൽ നേരെ നിൽക്കാൻ ഒരാൾക്കും ധൈര്യമില്ല. ആ കാട്ടാളനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് പേടിച്ചു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ തടഞ്ഞു നിർത്തുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബാക്കളിൽ പലരും പേടിച്ചുപോയി. കാരണം ഉമറാ വരുന്നേ. നമുക്ക് ഉമറിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാകില്ല. എന്നാ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. എന്നാൽ ആ ഇബ്ലീസ് ഉമർ വരുന്ന വഴി കൂടെ പോലും വരത്തില്ല. ശൈത്താന് വരെ പേടി, ഇബ്ലീസിന് വരെ പേടിയുള്ള ആളാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളാണ് ഊരിപ്പിടിച്ച വാളുവായിട്ട് മുത്തുനബിയെ കൊല്ലാൻ വരുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു തടഞ്ഞു നിർത്തി. എന്നിട്ട് ഉമറിനോട് പറഞ്ഞെന്തെന്നറിയോ? ഉമറെ, മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ ഇതിനകത്ത് കയറിപ്പോയി ഷഹാദത്ത് കലിമ പറഞ്ഞും മുസ്ലിമായി മുസാഫകത്ത് ചെയ്തിട്ട് ജീവനോടെ പോകാം. മറിച്ച് മുത്തുനബിയെ നീ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ നീ ജീവനോടെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകില്ല. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഉമർ തങ്ങൾ പറയാ, എന്റെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹംസ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, ഹംസ റളിയല്ലാഹു തആല അൻഹു. അത്രയ്ക്കും ഒരു ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് തന്നെ അത്ഭുതം. ഹംസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതിനകത്ത് നിന്ന് നീ ജീവനോടെ പോകത്തില്ല ഉമറേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ആത്മധൈര്യം എവിടെ നിന്ന് കിട്ടി? അല്ലാഹ് ഹൃദയത്തിന്റെ അകത്തിറങ്ങിയാൽ അല്ലാഹുവിനല്ലാതെ വേറെ ഒന്നിനെയും അവന് ഭയമുണ്ടാകില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് അല്ലാഹ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല. പക്ഷേ 2022 ജീവിക്കുന്ന മുസ്ലിമിന്റെ ഗതികേട് നിങ്ങൾ ചിന്തിക്കുക. മൈക്ക് സെറ്റുകാർ എത്തിരി സൗണ്ട് വെച്ചോടാ. 2022 ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയോ ഉസ്താദെ? എല്ലാ സംസ്ഥാനങ്ങളും അവര് പിടിച്ചു, എല്ലായിടത്തും ജയിച്ച് കയറി വരിക. അധികാരം മൊത്തം അവരുടെ കയ്യിലല്ലേ ഉസ്താദെ? നമ്മൾ എന്ത് ചെയ്യും? ഇവര് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു, പൗരത്വ ബില്ല് പാസ്സാക്കാൻ പോകുന്നു, എല്ലാ നിയമങ്ങളും ഇവര് പാസ്സാക്കാൻ പോകുന്നു. നമ്മളൊക്കെ എന്ത് ചെയ്യും ഉസ്താദെ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളിപ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി, നമ്മൾ പേടിച്ചു തുടങ്ങി. നമ്മൾ ചിന്തിക്കണത്, പടച്ചവനെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലിയ ടെൻഷനാ, നമ്മൾക്ക് വല്ലാത്ത ഒരു ഭയം മുസ്ലിമിന്റെ ഹൃദയത്തിലേക്ക് വന്നുപോയി. അള്ളാനെ പേടിയില്ല. കൊറോണയെ കുറെ കാലം പേടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴും നമുക്ക് പേടി തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. എടാ ചെറുപ്പക്കാരാ, മോനെ, എന്തിനെയാണ് നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിനെ ഭയപ്പെടണ ചെറുപ്പക്കാരാ. ശത്രുവിന്റെ വലിപ്പം കണ്ട് നീ ഭയപ്പെടരുത്. ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ നീ എടുത്തു നോക്കൂ. ഈ അടുത്തല്ലേ ബദർ കഴിഞ്ഞത്? 17-ാം രാവിലെ ബദരീങ്ങളെ അനുസ്മരിച്ചവനാണല്ലോ പടച്ചവരെ. 313 സഹാബത്ത് ഊരിപ്പിടിച്ച വാളും മുട്ടിയ വയറും 3 ഒട്ടകങ്ങളും കയ്യിലെണ്ണാവുന്ന കുതിരകളും ഒന്നുമില്ലാതെ 313 പേര് ബദറിലേക്ക് ഇറങ്ങി പോവുകയാ. മറുഭാഗത്ത് ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കള്. പടച്ചവനെ, 700 ഒട്ടകങ്ങള്, കുതിരകളും വാളുകളും പരിചകളും. എന്തിനാടാ ഗാനമേള? ഒട്ടകത്താറ് തട്ട് ചുട്ടുതിന്നു കള്ളു കുടിച്ച് പെണ്ണു പിടിച്ച്. അല്ലാഹുവേ, വല്ലാത്ത ഉത്സവമായിരുന്നു. ഇങ്ങനെ 1000-ഓളം വരുന്ന ശത്രുക്കളാണ് മറുഭാഗത്തുള്ളത്. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. ആരാടാ ചെറുപ്പക്കാരാ ജയിച്ചത്? ബദർ നോക്ക്, ഉഹദ് നോക്ക്, ഹന്തക്ക് നോക്ക്, ഖൈബർ നോക്ക്. ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും നീ എടുത്തു നോക്കിക്കോ.
ന്യൂനപക്ഷമാ ജയിച്ചത്, ഭൂരിപക്ഷമല്ല. ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ, ഭൂരിപക്ഷം ഒരിക്കലും ജയിച്ചിട്ടില്ല. എന്തിനാ നീ ഭയപ്പെടുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ബദറിന്റെ രണാകടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയെ. ശത്രുവിന്റെ മുന്നിലേക്ക് പോവുകയാണ്. വാളില്ല, പരിചയില്ല, കുന്തമില്ല, ഒന്നുമില്ല നബിയെ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സങ്കടം പറയുമ്പോ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുക്കുകയാ. താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ ഉണങ്ങിയ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബദറിലേക്ക് ഇറങ്ങിപ്പോകാറ്. ചരിത്രമറിയുമെങ്കിൽ വായിച്ചു നോക്കൂ. സ്വഹാബി പറയുകയാ, ബദറിന്റെ രണാങ്കണത്തിൽ ചെന്ന് ഞാൻ യുദ്ധത്തിന് വേണ്ടിയാ കയ്യിലിരുന്ന ഉണക്ക മടല് ഞാൻ വീശുമ്പോ അത് വാളായി മാറിയെന്ന് ചരിത്രം പറയുമ്പോ, പടച്ചവനേ, ശത്രുക്കളുടെ വലിപ്പം കണ്ട് പേടിക്കല്ലേ മുസ്ലിമേ. അധികാരമുണ്ടെങ്കിലും ആൾബലമുണ്ടെങ്കിലും എന്തൊക്കെ അല്ലാഹു അവർക്ക് കൊടുത്താലും മറുഭാഗത്തല്ലയില്ലേടാ ചെറുപ്പക്കാരാ. എന്തിനാ മക്കളെ പേടിക്കുന്നത്? നീ ആരെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്ന് ചിന്തിച്ചു നോക്കടോ. ഞാനും നിങ്ങളും മുസ്ലിമീങ്ങളാണ്. ഏത് മുസ്ലിമീങ്ങളെന്നറിയോ? ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അല്ലാഹു നിന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അല്ലാഹു തീരുമാനിച്ചിരിക്കുകയാ. അത് അമേരിക്കയുടെ പ്രസിഡന്റ് വിചാരിച്ചാലും സാക്ഷാൽ ഈ ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും തട്ടിമാറ്റാ പറ്റില്ലല്ലോ. നീ ആരെന്നറിയോ? ജനിച്ചപ്പോഴേ നിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തല്ലോ, ഇഖാമത്ത് കൊടുത്തല്ലോ. ഏത് ബാങ്കാടാ? ഏത് ഇഖാമത്താടാ? ഏത് നിസ്കാരത്തിന് വേണ്ടിയാ ബാങ്കും ഇഖാമത്തും കൊടുത്തതെന്നറിയോ? നീ മരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കാ സമയമില്ല, ഇഖാമത്ത് കൊടുക്കാ സമയമില്ല. കുളിപ്പിച്ച് പൊതിഞ്ഞ് കബറടക്കണമല്ലോ. ഇതാടാ നിന്റെ ജീവിതം, എന്റെയും നിങ്ങളുടെയും ജീവിതം ഇതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അള്ളയാരാണെന്ന് പഠിക്കൂ, അള്ളയാരാണെന്ന് പഠിക്കൂ. എന്തിനാടോ ഭയപ്പെടുന്നത്? എന്തിനാടോ പേടിക്കുന്നത്? അല്ലാഹു ചോദിച്ചത് എന്തെന്നറിയോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നീ വിചാരിച്ചോ സ്വർഗത്തിൽ വെറുതെ പോകാൻ പറ്റുമെന്ന്? അല്ലാഹു തന്നെ ചോദിക്കുകയാ. അള്ളാന്റെ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നിങ്ങളൊക്കെ കരുതിയോ? ഇത്ര പൊട്ടന്മാരായി പോയോ? ചിന്തിക്കാത്തതുണ്ട്. അല്ലാഹു പറയുന്നു, ഫലമ്മായതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ സ്വർഗത്തിൽ പോകില്ല. അതിന്റെ നാലിലൊന്നെങ്കിലും ഞാനും നിങ്ങളും അനുഭവിക്കണമല്ലോ. പടച്ചറപ്പേ, നീ വിചാരിച്ചോ? ബിലാൽ തങ്ങളുടെ ചരിത്രം പറയുന്നു, സുമയ്യ ബീവിയുടെ ചരിത്രം പറയുന്നു, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നു. ഇതൊക്കെ പിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാണോ നീ കരുതിയത്? ഇതൊക്കെ ഉസ്താദന്മാര് പണമുണ്ടാക്കാനാണെന്നാണോ നീ കരുതിയത്? ഇല്ലടാ, നിന്റെ ഈമാൻ ഉറക്കാൻ ഇങ്ങനെ ഒരു കാലം നിനക്കും വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും നിനക്ക് പറഞ്ഞു തരികയാ. പൊട്ടനെ പോലെ നടക്കാതെ ചിന്തിക്കടാ. ഇതൊക്കെ നിന്റെ ജീവിതത്തിലും വരുമെന്ന് പെട്ടെന്ന് പറഞ്ഞു തരികയാ. KGF-ന്റെ 2ാം ഭാഗം കണ്ടപ്പോ രോമാഞ്ചമുണ്ടായ ചെറുപ്പക്കാരാ, നിനക്ക് ഞാനൊരു നായകനെ പറഞ്ഞു തരാമടാ മോനെ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ അകത്ത് കൊണ്ടുപോവുകയാ. ഹജ്ജാജ് പറഞ്ഞു, എടാ സഈദ് ഇബ്നു ജുബൈർ,
മതം മാറിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുമടാ. എടാ പമ്പര വിട്ടി, നീ ആരാടാ? അല്ലാഹുവിന്റെ ദീനിനെ ഞാൻ വലിച്ചെറിയാനോ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യടാ ഹജ്ജാജ്. തന്റെ അനുയായികളുടെ മുന്നിൽ വെച്ചു ചെറുപ്പക്കാരനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് വിളിച്ചു പറയുമ്പോ ഹജ്ജാജിന് നാണക്കേടായി. തന്റെ അനുയായികളുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞപ്പോ വല്ലാത്ത നാണക്കേടായി. അവിടെന്ന് പൊളിച്ചവന്റെ കൈകാല് പിടിച്ചു കെട്ടു. അവന്റെ കൈകാല് പിടിച്ചു കെട്ട് എന്റെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ തല വെട്ടി മുറിക്കൂ. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന് അതാ തല വെട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തുകയാണ്. കൈകാല് കെട്ടികെട്ടു. ഹജ്ജാജ് പറഞ്ഞു, സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ തല വെട്ടി മുറിക്കാൻ തല വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, തലവെട്ടാൻ വന്നവന്റെ കൈ വിറയ്ക്കുകയാ. കാരണം എന്തെന്നറിയോ? സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ ചിരിക്കുകയാ. തലവെട്ടാമെന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഹജ്ജാജ് സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ തലവെട്ടി മുറിക്കുമ്പോ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ രക്തമിങ്ങനെ ഒഴുകുകയാ. അതാ കാണുന്ന കളം മുഴുവനും നിറഞ്ഞ് വെളിയിലേക്ക് രക്തമൊഴുകുകയാണ്. ഹജ്ജാജിനെ പോലും അത്ഭുതമായി, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. ഹജ്ജാജ് തന്റെ വൈദ്യന്മാരെ റൂമിലേക്ക് വിളിച്ചു, തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് പേരെ നമ്മൾ ഇവിടെ കിടത്തി തലവെട്ടിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരാളുടെയും രക്തം ഇതിന് വെളിയിലേക്ക് ഒഴുകിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാളുടെ രക്തം വെളിയിലേക്ക് ഒഴുകുന്നത്. അതിന്റെ കാരണമെന്താ? വൈദ്യന്മാര് പറഞ്ഞു, ഹജ്ജാജ്, മറ്റുള്ളവരുടെ തലവെട്ടാൻ കൊണ്ടുവരുമ്പോ തലവെട്ടുന്നതിന് മുമ്പേ അവര് പേടിച്ചു മരിച്ചിട്ടുണ്ട്. നമ്മളെ തലവെട്ടുന്നതിന് മുമ്പേ അവര് പേടിച്ചു മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരന് യാതൊരു പേടിയുമില്ല. തലവെട്ടുമ്പോഴും ഹജ്ജാജ് അവൻ ചിരിച്ചുകൊണ്ടായിരുന്നത്. ചെറുപ്പക്കാരാ, ഇതിനാടാ ഈമാനെന്ന് പറയുന്നത്. അതുകൊണ്ട് പേടിച്ച് വിറച്ച് മുട്ടിടിച്ച് നടക്കുന്ന നിസ്കാരത്തടമ്പുള്ള വാപ്പയോട്, അല്ലാഹുവേ, ഹജ്ജ് ചെയ്ത ഹാജിയാരോട്, വരണ്ടു പോയ പള്ളിക്കമ്മറ്റിക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹ് ആരാണെന്ന് നിനക്കറിയോ? നീ വിശ്വസിച്ചിരിക്കുന്ന റബ്ബാരെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി തങ്ങളെ തയ്യാറെടുക്കുമ്പോ ശപിക്കപ്പെട്ട ഇബ്ലീസ് പോയി പറയുകയാ, മുഹമ്മദ് നാട് വിടാൻ പോവുകയാണ്, ഇത് അവസാനത്തെ ചാൻസാണ്. മുഹമ്മദ് രക്ഷപ്പെട്ട ഇനി നിനക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം, ഇബ്ലീസ് നടന്ന് പറയുകയാണ്. ശത്രുക്കൾ മുഴുവനും ഇളകുകയാണ്. ഓരോ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യോദ്ധാക്കൾ ഊരി പിടിച്ച വാളുമായി അള്ളാന്റെ റസൂലിന്റെ വീട് വളയുകയാണ്. ആരുടെ കയ്യിൽ കിട്ടുന്നോ കൊന്നുകളയണം. ആരുടെ മുന്നിലാണോ മുഹമ്മദ് വന്ന് പെടുന്നത് ഒന്നും നോക്കണ്ട, കൊന്നുകളയണം. വീട് വളയുകയാണ്. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് റസൂലുള്ളാഹി തങ്ങളുണ്ട്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ, ശത്രുക്കള് വീട് വളഞ്ഞിരിക്കുകയാ. ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുമോ? അലിയാര് തങ്ങള് പറഞ്ഞ്, എനിക്കെന്ത് പേടി നബിയോ, അങ്ങ് പറഞ്ഞ ഞാൻ കടക്കും നബിയോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അലിയാര് തങ്ങളെ പിടിച്ചു കടത്തി യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ.
മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹ് ആരാണെന്ന് പഠിച്ചു, അല്ലാഹ് ആരാണെന്ന് പഠിച്ചു. ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതിന് മുമ്പ്, അങ്ങ് വാതിൽ തുറക്കുന്നതിന് മുമ്പ് താഴെ കിടക്കുന്ന ഒരു പിടി മണ്ണ് വാരണം നബിയോ, കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരണം നബിയോ, എന്നിട്ട് ഓതണം വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തോതിയിട്ട് ആ വാരിയ മണ്ണിനകത്ത് ഊതണം നബിയേ. നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുക്ക, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം, എന്നിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തിന് ഒരുപാട് മഹത്വമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയിട്ട് ഈ മണ്ണിൽ ഊതണം, എന്നിട്ട് വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്ക് വാരി എറിഞ്ഞിട്ട് പൊക്കോണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി മണ്ണുവാരി ഈ ആയത്ത് ഓതിയിട്ട് വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും എറിഞ്ഞിട്ട് ചങ്കൂറ്റത്തോടെ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഇറങ്ങിപ്പോയി മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ആറ്റം ബോംബോ AK-47 ഒന്നും അല്ല ജിബ്രീൽ കൊണ്ടു കൊടുത്തത്. എടോ ചങ്ങാതി, ഇവന്മാരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും നിന്റെ കാൽച്ചുവട്ടിൽ കിടക്കണ ഒരു പിടി മണ്ണുണ്ടല്ലോ. ഒരു 5 നേരം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണ ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് മതിയടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.